നമ്മള് ക്ലാസ് സാറ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ തുടങ്ങിക്കോളൂ സാർ. ഓക്കെ. അപ്പോ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 9th ചാപ്റ്റർ ആണ്. ഓക്കെ, തേർഡ് ബ്ലോക്കിലെ 9th ചാപ്റ്റർ മൾട്ടിവേരിയേറ്റ് ഡാറ്റ അനാലിസിസ്. അപ്പോ 7ാമത്തെയും 8ാമത്തെയും ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചർച്ച ചെയ്തു? യൂണിവേരിയേറ്റ് ഡാറ്റ അനാലിസിസ്, പിന്നെ ബൈവേരിയേറ്റ് ഡാറ്റ അനാലിസിസ്. ഈ രണ്ട് സംഭവങ്ങളും ചർച്ച ചെയ്തു. അഥവാ ഒരു ഡാറ്റ, ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ മാത്രം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഡാറ്റ അനാലിസിസ് ചെയ്യേണ്ടത്. പിന്നെ ബൈവാരിയത്തിലേക്ക് എത്തുമ്പോൾ രണ്ട് ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, കോറിലേഷന്, റിഗ്രഷന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ഈ ചാപ്റ്ററിൽ, ഈ ബ്ലോക്കിലെ 3ാമത്തെ ചാപ്റ്ററായ, മൊത്തത്തിൽ 9ാമത്തെ ചാപ്റ്ററായ മൾട്ടിവേരിയേറ്റ് ഡാറ്റ അനാലിസിസ് എന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? 2 ലെയർ ഫാക്ടേഴ്സ്, 2 ലെയർ വേരിയബിൾസ്, അഥവാ 3 ലെയറയോ വേരിയബിൾസ് വരുമ്പോൾ എങ്ങനെയാണ് അത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, പഠിക്കേണ്ടത്, അത് എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഡാറ്റ അനാലിസിസിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കാരണം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിക്കാൻ ശ്രമിച്ചെന്തായിരുന്നു? ഒരു വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റേ വേരിയബിളിനെ പ്രിഡിക്റ്റ് ചെയ്യുക. അതൊക്കെ റിഗ്രഷനിൽ നമ്മൾ പഠിച്ചത്. പക്ഷെ റിയൽ വേൾഡിൽ, റിയൽ ലൈഫിൽ ശരിക്കും അങ്ങനെയാണോ നടക്കുക? അങ്ങനെയല്ല നടക്കുക. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ഒരു ഔട്ട്കമ്മിനെ ഇമ്പാക്ട് ചെയ്യുക, ഒരു റിസൾട്ടിനെ സ്വാധീനിക്കുക. അപ്പൊ നമ്മൾ എന്താക്കേണ്ടി വരും? നമ്മൾ എന്ത് പ്രൊഡിക്ഷൻ നടത്തുകയാണെങ്കിലും ആ പ്രൊഡിക്ഷനെ ഇമ്പാക്ട് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എന്താക്കാൻ പഠിക്കണം. എന്നിട്ട് ഓരോ ഫാക്ടേഴ്സിനും എത്ര വെയിറ്റേജ് ഉണ്ട് ഈ റിസൾട്ടിനെ തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഈ മൾട്ടിവേരിയേറ്റ് ഡാറ്റ അനാലിസിസ് പഠിക്കാനുണ്ടാകും. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമുക്ക് പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് അതൊരിക്കലും ഉണ്ടാവില്ല. ചിലപ്പോ നമ്മൾ പഠിച്ച ഹവേഴ്സിന്റെ മാത്രം ബേസിസിലാവില്ല. നമ്മുടെ IQ പവർ, നമ്മുടെ മെമ്മറി കപ്പാസിറ്റി, പിന്നെ നമ്മുടെ റൈറ്റിംഗ് കപ്പാസിറ്റി, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ എക്സാം സ്കോർ ഉണ്ടാവുക. ആ ഓരോ ഫാക്ടേഴ്സിനും വ്യത്യസ്ത വെയിറ്റേജ് ഉണ്ടാകും. അഥവാ നമ്മള് പഠിക്കുന്ന ഹവേഴ്സിന്റെ കൗണ്ടിന് വലിയൊരു വെയിറ്റേജ് ഉണ്ടാകും. അഥവാ കുറെ പഠിക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാവർക്കും, കുറെ പഠിക്കുകയാണെങ്കിൽ ഉണ്ടാവും ഏകദേശം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. പക്ഷെ അതിലേക്ക് പിന്നെ എന്തും കൂടി ആഡ് ആകും? അവന്റെ മെമ്മറി കപ്പാസിറ്റിയും IQ കപ്പാസിറ്റിയും റൈറ്റിംഗ് കപ്പാസിറ്റിയും ഇതൊക്കെ ആഡ് ആവുമ്പോഴാണ് എന്താവുന്നത്? അവന്റെ ഫൈനൽ സ്കോർ തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ ഈ റിസൾട്ട്, അതല്ലെങ്കിൽ ഒരു പ്രഡിക്ഷന് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ മൾട്ടിവേരിയേറ്റ് അനാലിസിസ് എന്ന് നമ്മൾ പറഞ്ഞു. പ്രശ്നം എന്താണ്? ഡെഫിനിഷൻ: സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ദാറ്റ് സൈമിൾട്ടാനിയസ്ലി അനലൈസ് മൾട്ടിപ്പിൾ മെഷർമെന്റ്സ് ഓൺ ഇൻഡിവിജ്വൽസ് ഓഫ് ഒബ്ജക്ട്സ്. അതായത് ഇവിടെ എന്താക്കുന്നത്? നമ്മൾ മൾട്ടിപ്പിൾ മെഷർമെന്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള പ്രോബ്ലം എന്താണ്? റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ജസ്റ്റ് 1 or 2 വേരിയബിൾസ്. ഓക്കെ, അഥവാ 1 അല്ലെങ്കിൽ 2 വേരിയബിൾസ് വെച്ച് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു പ്രോബ്ലത്തെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? നമ്മൾ ഹെൽത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? നമ്മുടെ ഡയറ്റ്, എക്സസൈസ്, ജനറ്റിക്സ്, നമ്മുടെ എൻവിറോൺമെന്റ്, ഒരുപാട് കാര്യങ്ങളെ നോക്കിയിട്ടാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് എന്താകുന്നത്? മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ഇമ്പോർട്ടന്റ് ആകുന്നത്, അതല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആകുന്നത്. ഇപ്പോ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ഒന്നാമത്തത് വേരിയേറ്റ്, പിന്നെ മെഷർമെന്റ് സ്കെയില്, പിന്നെ മെഷർമെന്റ് എറർ, പിന്നെ പാർസിമോണി. അങ്ങനെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇതില് വേരിയേറ്റ് എന്നുള്ള വാക്കാരെങ്കിലും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? വേരിയേറ്റ്, വേരിയബിൾ അല്ല, വേരിയേറ്റ്. അതെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്?
ഓക്കെ. ഇത് വാരിയേറ്റ് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഒരു കറി ഉണ്ടാക്കുന്നൊക്കെ ആലോചിച്ചാൽ മതി. കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താക്കും, ഉപ്പിടാൻ ഉണ്ടാകും, മുളക് പൊടി ഉണ്ടാകും, പിന്നെ ഓരോ പൊടികൾ ഇടാണ്ടാകും, പിന്നെ പച്ചക്കറികൾ അങ്ങനെ പലതും ഉണ്ടാകും. പക്ഷെ നമ്മൾ എല്ലാം എന്തല്ല ഒരേ അളവിലല്ല ഇടുക. നല്ലൊരു കറി ആവണമെങ്കിൽ ഓരോന്നിനും അതിൻ്റെതായ അളവിൽ ഇട്ടാൽ എന്താവുള്ളൂ, നല്ലൊരു കറിയായിട്ട് മാറുള്ളൂ. അതേപോലെ നമ്മളൊരു പ്രൊഡിക്ഷൻ നടത്തുമ്പോൾ അതിലുള്ള എല്ലാ ഫാക്ടേഴ്സിനും സെയിം വെയിറ്റേജ് അല്ല നമ്മൾ കൊടുക്കേണ്ടത്. ചിലതിന് നല്ല വെയിറ്റേജ് ഉണ്ടാകും, ചിലതിന് കുറച്ച് വെയിറ്റേജ് ഉണ്ടാവുള്ളൂ. അപ്പോ ആ വെയിറ്റേജിന് പറയുന്ന പേരാണ് എന്ത്, വാരിയേറ്റ് എന്നുള്ളത്. അപ്പോ അതിൽ പല വാരിയബിൾസ് ഉണ്ടാകും. ഓരോ വാരിയബിൾസിനും ഓരോ ഫാക്ടേഴ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയേറ്റ് ഉണ്ടാകും. അഥവാ വേരിയേറ്റ് എന്ന് പറയുകയാണെങ്കിൽ വെയിറ്റേജ്. അങ്ങനെ ആ വെയിറ്റേജ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഉണ്ടാക്കേണ്ടി വരും. നമ്മള് കറിയിൽ എത്ര ഉപ്പിടണമെന്ന് പഠിക്കണമെങ്കിൽ കുറെ കറി ഉണ്ടാക്കി നമ്മൾക്കൊരു എക്സ്പീരിയൻസ് ആയി വരുന്നുണ്ട്. അതേ മോഡല് നല്ലൊരു പ്രൊഡിക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഓരോ വാരിയബിളിനും എത്ര വെയിറ്റേജ് കൊടുക്കണമെന്ന് നമ്മൾ ഈ മൾട്ടിവാരിയേറ്റ് അനാലിസിസ് നടത്തിക്കൊണ്ട് നമ്മൾ എന്താക്കും, അതിന്റെ വെയിറ്റേജ് നമുക്ക് കണക്കാക്കാൻ പറ്റും, വാരിയേറ്റ് കണ്ടെത്താൻ പറ്റും. അങ്ങനെ എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ അനലൈസ് ചെയ്ത് അതിന്റെ വാരിയേറ്റും കണ്ടെത്തുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രൊഡിക്ഷൻസ് നിയർ ടു പെർഫെക്റ്റ്, അതല്ലെങ്കിൽ അതിന്റെ അക്യുറസി എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ടേമാണ് മെഷർമെന്റ് സ്കെയിൽ. ഇവിടെ രണ്ട് മെഷർമെന്റ് സ്കെയിൽ ഉണ്ട്. ഒന്നാമത്തേത് മെട്രിക് ഉണ്ട്, രണ്ടാമത്തേത് നോൺ മെട്രിക് ഉണ്ട്. മെട്രിക് എന്ന് പറയുകയാണെങ്കിൽ സിംഗിളായിട്ട് നമ്മൾ ഇതിനു മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്പേഴ്സ് ആണ്, അഥവാ നമ്പേഴ്സ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്, ലൈക്ക് ഹൈറ്റ് പോലെ വെയിറ്റ് പോലെയുള്ള നമ്പേഴ്സ്. പിന്നെ നോൺ മെട്രിക് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസിഫിക്കേഷൻ അഥവാ കാറ്റഗറീസ് ആയിട്ടുള്ള ഡാറ്റ, അഥവാ ജെൻഡർ ഡാറ്റ. ഉദാഹരണത്തിന് മെയിൽ ആൻഡ് ഫീമെയിൽ, അതല്ലെങ്കിൽ ജെൻഡർ ഡാറ്റ ആവാം, അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് സ്കൂൾ ഡാറ്റ ആണെങ്കിൽ അതിൽ ഓരോ ക്ലാസ്സുകളാണ്, എന്താണ് ഫിക്സ്ഡ് ആണ്, കാറ്റഗറീസ് ഭയങ്കര ഫിക്സ്ഡ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കാറ്റഗറീസ് ആയിട്ടുള്ള ഡാറ്റക്ക് എന്താ പറയാ, നോൺ മെട്രിക് ഡാറ്റ എന്ന് പറയാം. പിന്നെ നമ്പേഴ്സ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഡാറ്റക്ക് എന്താ പറയാ, മെട്രിക് ഡാറ്റ എന്ന് പറയാം. ഇതാണ് മെഷർമെന്റ് സ്കെയിൽസ്. പിന്നെ മൂന്നാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കീ ടേമാണ് മെഷർമെന്റ് എറർ. മെഷർമെന്റ് എറർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊഡിക്ഷൻ നടത്തി കഴിയുമ്പോൾ നമ്മൾ നടത്തിയ പ്രൊഡിക്ഷനും ആക്ച്വൽ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലേ, അതിനാണ് എന്ത് പറയാ, മെഷർമെന്റ് എറർ എന്ന് പറയാം. അപ്പോ നമുക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റൂല, 100% പെർഫെക്റ്റ് ആയിട്ട് അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രൊഡിക്ഷൻ നടത്താൻ കഴിയില്ല. നമ്മൾ എത്ര പഠനം നടത്തിയാലും, നമ്മൾ എത്ര സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തിയാലും, ഇനിയിപ്പോ നമ്മൾ AI-ലടക്കം ChatGPT-ലടക്കം നമുക്ക് എന്ത് കാണിക്കും, ഫസ്റ്റ് തന്നെ അവരൊക്കെ ബില്യൺസ് ഓഫ് ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് എന്താകുന്നത്, റിസൾട്ട് തരുന്നത്. എന്നിട്ടും അവർ എന്ത് പറയും, ChatGPT can make mistakes, so use consciously. അപ്പൊ എന്ത്, നമുക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റൂല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നൽകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റില്ല ഒരു 98% അക്യുറസി, അതല്ലെങ്കിൽ 99% അക്യുറസി നമുക്ക് മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഈ അക്യുറസി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂവും പിന്നെ ആക്ച്വൽ ഒറിജിനൽ വാല്യൂവും തമ്മിലുള്ള ആ ഡിഫറൻസിനാണ് എന്ത് പറയുന്നത്, മെഷർമെന്റ് എറർ എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പാർസിമോണി എന്ന് പറയുന്നത്. പാർസിമോണി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇവിടെ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ റെസിപ്പി മോഡലാണ് കേട്ടോ. നമ്മൾ കറി വെക്കുമ്പോൾ റെസിപ്പി മോഡലുള്ള സംഭവമാണ് ഈ മോഡൽ എന്ന് പറയുന്നത്. അഥവാ നമുക്ക് എന്താക്കണം, ഒരു സംഭവം പ്രെഡിക്റ്റ് ചെയ്യണം, നമുക്ക് എന്താക്കണം, കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാനുള്ള ഫാക്ടേഴ്സിനെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളും നമ്മൾ പഠിച്ചു വെച്ചു, അതിന്റെ വെയിറ്റേജും വാരിയേറ്റും ഒക്കെ കൊടുത്തു. എന്നിട്ട് എന്താക്കും, നമ്മൾ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് മോഡൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ.
അപ്പോ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അഥവാ 10, 15, 20 അതല്ലെങ്കിൽ 20-ലേറെ ഫാക്ടേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഒരു കുറച്ചെണ്ണത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്താക്കും, ഒരു നമ്മള് പ്രഡിക്ഷൻ നടത്തുന്ന വേരിയബിൾസിന്റെ കൗണ്ട് എന്താക്കും, പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കും. ഓക്കെ, ഒരു 5-6 അല്ലെങ്കിൽ 4-5 വേരിയബിൾസ് ആണ് നമ്മുടെ മോഡൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അത് വെച്ചിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാനും പഠിക്കാനൊക്കെ ഒന്നുകൂടി സിമ്പിൾ ആയിരിക്കും, അക്യൂറസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ മോഡലിൽ ഒരുപാട് ഫാക്ടേഴ്സ് 10, 30, 50 വേരിയബിൾസ് കൂട്ടിയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ്, ആ മോഡലിന് ബാക്കി മനസ്സിലാക്കി കൊടുക്കാനും അതിന്റെ അക്യൂറസിയിലൊക്കെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അക്യൂറസിയിലല്ല, അതിന്റെ പ്രോസസ്സിങ്ങില് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രശ്നത്തിന് എന്ത് പറയാം, പാർസിമോണി എന്ന് പറയാം. അപ്പൊ നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്താണ്, നമ്മുടെ മോഡലിനെ കീപ് ആസ് മച്ച് സിമ്പിൾ ആസ് പോസിബിൾ. നമുക്ക് എത്രത്തോളം സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റുമോ അത്രത്തോളം സിമ്പിൾ ആക്കി മാറ്റാം. സിമ്പിൾ ആക്കി മാറ്റുക എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കൗണ്ട് ഓഫ് വാരിയബിൾസ്, നമ്മൾ എത്ര വാരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ കൗണ്ട് എന്താക്കുക, പരമാവധി കുറച്ച് വരിക. ഇത് യൂസ് കേസസിൽ യൂഷ്വലി അത് ഒരു 5 to 10 ഒക്കെ എന്താണ് ഓക്കെ ആണ്, അല്ലെങ്കിൽ 10, 20 മേലൊക്കെ ആകുമ്പോഴാണ് ഉണ്ടാകുന്നത് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകട്ടെ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കും സംശയമൊന്നുമില്ല? ഓക്കെ, എന്നാല് നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഓക്കെ, ഇനി നമുക്ക് എന്ത് മോഡൽ ഉണ്ടാക്കുകയാണെങ്കിലും ഇവിടെ ബേസിക് ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് എന്ത് ഉള്ള ഒരു ചോദ്യം ഉണ്ട്, അഥവാ അവിടെ എന്തുണ്ടോ, ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടോ എന്നുള്ളത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിലുള്ള മോഡൽ ഉണ്ടാക്കാം. ഒരു മോഡലില് നമുക്ക് എന്താണോ പ്രിഡിക്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് എന്താണ്, നമുക്ക് ഫിക്സ്ഡ് ആണ്. ഉദാഹരണത്തിന് ഒരാളെ സാലറി അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി കിട്ടിയാൽ കിട്ടുന്ന പാക്കേജ്, അത് ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ട് അത് അവന്റെ സ്കില്ല്, അവന്റെ 10, 12 ഡിഗ്രിയിലൊക്കെ കിട്ടിയ മാർക്കുകള്, പിന്നെ അവന്റെ അറ്റൻഡൻസ്, അവന്റെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അവന്റെ പോർട്ട്ഫോളിയോ, ഇങ്ങനത്തെ പല കാര്യങ്ങൾ വെച്ചിട്ട് എന്താക്കാം, അവന്റെ ഇന്റേൺഷിപ്പിന്റെ കൗണ്ട്, ഇങ്ങനത്തെ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, പ്രൊഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അവിടെ എന്താണ്, നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന വാരിയബിൾ അഥവാ ആ ഡിപെൻഡന്റ് വാരിയബിൾ, അവന്റെ പാക്കേജ്, അവന്റെ സാലറി, ആ സംഭവം എന്താണ്, നമ്മൾ ഏത് വാരിയബിളിനാണ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് സ്പെസിഫിക് ആണ്, അത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അതിനാണ് എന്ത് പറയാ, ഡിപെൻഡൻസ് മെത്തേഡ് എന്ന് പറയാം. ഡിപെൻഡൻസ് മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ യൂസ് വെൻ 1 or more ഇൻഡിപെൻഡന്റ് വാരിയബിൾസ് കോസ് ഓർ പ്രെഡിക്റ്റ് എ ഡിപെൻഡന്റ് വാരിയബിൾ. ഇവിടെ എന്താണ്, 1 or 1-ലേറെയോ ഇൻഡിപെൻഡന്റ് വാരിയബിൾസ് ഒരു ഡിപെൻഡന്റ് വാരിയബിളിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ഡിപെൻഡൻസ് മെത്തേഡ് ഉണ്ടാകുന്നത്. അപ്പോ അതിനുള്ള ഉദാഹരണമാണ് എന്ത്, മൾട്ടിപ്പിൾ റിഗ്രഷൻ. മൾട്ടിപ്പിൾ റിഗ്രഷൻ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ചാപ്റ്ററിൽ സിംഗിൾ റിഗ്രഷൻ പറഞ്ഞിരുന്നു. സിംഗിൾ റിഗ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അതിൽ ഒരു വാരിയബിൾ മറ്റൊരു വാരിയബിളിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മൾട്ടിപ്പിൾ റിഗ്രഷൻ ആകുമ്പോൾ എന്താകും, 2 or 2-ലേറെയോ വാരിയബിൾസ് ഒരു വാരിയബിളിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എന്താകുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ ആകുന്നത്. പിന്നെ അതേ മോഡലിൽ വേറൊരു മെത്തഡാണ് എന്ത്, മനോവ എന്ന് പറയും. മനോവ എന്ന് പറയുകയാണെങ്കിൽ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് എങ്ങനെയാണ് ഒരു ഔട്ട്കമിനെ, ഒരു റിസൾട്ടിനെ ഇമ്പാക്ട് ചെയ്യുന്നത് പഠിക്കുന്ന ഒരു ടെസ്റ്റാണ് മനോവ എന്നുള്ളത്. ഓക്കെ, മൾട്ടിപ്പിൾ അനാലിസിസ് ഓഫ് വാരിയൻസ്, അതാണ് മനോവ.
പിന്നെ ഈ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഡിപെൻഡൻസ് മെത്തേഡ് ആണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കാനാണ് എന്ത്? ഇന്റർ ഡിപെൻഡൻസ് മെത്തേഡ്. ഇന്റർ ഡിപെൻഡൻസ് മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവില്ല, കൃത്യമായിട്ട് നമ്മൾ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ സ്പെസിഫിക് വേരിയബിൾസ് ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ എല്ലാ കസ്റ്റമേഴ്സിന്റെ ഡാറ്റയും ഉണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഈ എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപാട് ഗ്രൂപ്പ് ആക്കണം. ഓക്കെ, അഥവാ അവരുടെ സിമിലർ ആയിട്ടുള്ള ഹാബിറ്റ് ഉള്ള ബൈയിങ് പർച്ചേസിങ് ഹാബിറ്റ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ കൂട്ടി ഒരു 3-4 ഗ്രൂപ്പ് ആക്കി മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താക്കും? ഈ മോഡൽ വെച്ചിട്ട് എന്താക്കും? ഒരു ഇക്വേഷൻ എഴുതിയിട്ട് എന്താക്കും? അത് ഗ്രൂപ്പ് ആക്കും. അങ്ങനെ ഗ്രൂപ്പ് ആക്കുമ്പോ എന്താകും? അവിടെ നടക്കുന്ന എന്താണ്? ക്ലസ്റ്റർ അനാലിസിസ് എന്നുള്ള സംഭവമാണ്. ഈ ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ മൊത്തം ഡാറ്റയെ ഓരോ ക്ലസ്റ്റർ ആക്കിയിട്ട് എന്താക്കുക? തരംതിരിക്കുക. അങ്ങനെ ക്ലസ്റ്റർ ആക്കി തരംതിരിക്കുകയാണെങ്കിൽ ഓരോ ക്ലസ്റ്ററിന്റെയും എന്താ പറയുക, ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? പിന്നീട് പല പഠനങ്ങളും നടത്താൻ പറ്റും. അപ്പൊ അതിനാണ് എന്താകുന്നത്? ക്ലസ്റ്റർ അനാലിസിസ് നടത്തുന്നത്. അപ്പൊ ഈ ക്ലസ്റ്റർ അനാലിസിസിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്തില്ല, ഒരു ഡിപെൻഡന്റ് വേരിയബിളോ അതല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളോ ഇല്ല. ഓക്കെ, ഇവിടെ എന്താണ്? അവിടെ മൊത്തത്തിലുള്ള വേരിയബിൾസ് വെച്ചിട്ടാണ് എന്താകുന്നത്? നമ്മളതിനെ ഗ്രൂപ്പ് ആക്കിയിട്ട് ക്ലസ്റ്റർ അനാലിസിസ് ചെയ്യുന്നത്. അതാണ് എന്ത്? ഇന്റർ ഡിപെൻഡൻസ് മെത്തേഡിന്റെ ഒരു മെത്തേഡ്, ഒരു ഉദാഹരണം. രണ്ടാമത്തേതാണ് എന്ത്? ഫാക്ടർ അനാലിസിസ് എന്ന് പറയും. ഓക്കെ, ഫാക്ടർ അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ്, ചിലപ്പോ ഒരുപാട് സിമിലർ ആയിട്ടുള്ള പല ഫാക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ സിമിലർ ആയിട്ടുള്ള പല ഫാക്ടേഴ്സിനെയും കൂടി നേരത്തോ 1-2 ഫാക്ടേഴ്സിലേക്ക് ചുരുക്കുന്നതിന് എന്താ പറയുക? ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോ സിമ്പിളായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടിന്റെ സ്കോർ കാർഡ്, അവന്റെ മാർക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു മോഡലില് ഉള്ള വേരിയബിൾസ് എന്തൊക്കെ ഉണ്ട്? അവന്റെ IQ സ്കോർ ഉണ്ട്, അവന്റെ മെമ്മറി സ്കോർ ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? അവന്റെ ബുദ്ധിയെ അളക്കുന്ന എന്താണ്? ഓരോ മെഷർമെന്റുകളാണ്. അപ്പൊ അവന്റെ ബുദ്ധിയും മെമ്മറിയും ഒക്കെ അളക്കുന്ന ഒരുപാട് മെഷർമെന്റുകൾ ഉണ്ടാക്കി നമ്മൾ ഒന്നാക്കിയിട്ട് എന്താക്കി? കണക്ക് കൂട്ടി. ഓക്കെ, അപ്പൊ ഒരു ഒറ്റ മെഷർമെന്റ് ആക്കിയിട്ട് നമ്മൾ എന്താക്കി? ചുരുക്കി. അപ്പൊ അതിനെന്ത് നമുക്ക് എന്ത് പറയാം? ഫാക്ടർ അനാലിസിസ് എന്ന് പറയാം. വേറെ എന്താണ്? ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പസിമോണി എന്നുള്ള ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ, ആ ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താക്കും? പരമാവധി ഫാക്ടേഴ്സ്, സിമിലർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒരുമിച്ച് കൂട്ടിയിട്ട് പരമാവധി വേരിയബിൾസിനെ കുറച്ചാൽ എന്താക്കും? നമ്മുടെ പ്രോസസ്സിങ്ങും നമ്മുടെ കോംപ്ലക്സിറ്റിയും ഒക്കെ കുറച്ചിട്ട് ഒന്നും കൂടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള, ഒന്നും കൂടി ഈസി ആയിട്ടുള്ള ഒരു മോഡല് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫാക്ടർ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫാക്ടർ അനാലിസിസും ക്ലസ്റ്റർ അനാലിസിസും എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? ഇന്റർ ഡിപെൻഡൻസി മെത്തേഡിനുള്ള ഉദാഹരണങ്ങളാണ്. പിന്നെ മൾട്ടിപ്പിൾ റിഗ്രഷനും മനോവയും എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? ഡിപെൻഡൻസി മെത്തേഡിനുള്ള ഉദാഹരണങ്ങളാണ്. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇപ്പൊ പറഞ്ഞതില്? നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോട്ടെ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഈ മൾട്ടിവേരിയേറ്റ് അനാലിസിസിലുള്ള മൾട്ടിവേരിയേറ്റ് ഡാറ്റ അനാലിസിസ് യൂസ് ചെയ്യുന്ന
പ്രധാനപ്പെട്ട 4 ടെക്നിക്കിനെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഇതില് ഒന്നാമത്തതാണ് മൾട്ടിപ്പിൾ റിഗ്രഷന്. മൾട്ടിപ്പിൾ റിഗ്രഷനെ കുറിച്ച് നമ്മൾ എന്താക്കിയിരുന്നു, ഇതിന് മുമ്പ് ഒരു വട്ടം സൂചിപ്പിച്ചിരുന്നു. അഥവാ പ്രെഡിക്ട്സ് വൺ ഔട്ട്കം ബേസ്ഡ് ഓൺ മെനി ഇൻപുട്സ്. അഥവാ ഇവിടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഔട്ട്കം ഒന്നാണ്, പക്ഷെ നമ്മുടെ അടുത്തുണ്ട് ഒരു ഇൻപുട്സ് ഉണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് അതല്ലെങ്കിൽ ഒരുപാട് വേരിയബിൾസ് ഉണ്ടാകും. അഥവാ നമ്മുടെ ഹെൽത്ത് എന്തൊക്കെ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാം? നമ്മുടെ ഡയറ്റ്, നമ്മുടെ എക്സസൈസ്, നമ്മുടെ ഫിസിക്, പിന്നെ നമ്മുടെ ജെൻഡർ, നമ്മുടെ എൻവിറോൺമെന്റ്, എയർ ക്വാളിറ്റി, ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കാം നമ്മുടെ ഹെൽത്ത് നമുക്ക് എന്താക്കാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. അഥവാ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രെഡിക്റ്റിംഗ് ഹൗസ് പ്രൈസ് ബേസ്ഡ് ഓൺ ദ സൈസ്, ഏജ്, നെയ്ബർഹുഡ്. അങ്ങനെ ഈ ഒരുപാട് കാര്യങ്ങൾ വെച്ച് എന്താക്കാൻ പറ്റും, നമുക്ക് ഹൗസ് പ്രൈസ് എന്താക്കാൻ പറ്റും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തതാണ് ഡിസ്ക്രിമിനന്റ് അനാലിസിസ്. ഓക്കെ, ഡിസ്ക്രിമിനന്റ് അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ ഓരോ ആൾക്കാരെയും, ഓരോ മെമ്പേഴ്സിനെയും അതല്ലെങ്കിൽ ഓരോ യൂണിറ്റിനെയും അത് ഏത് കാറ്റഗറിയിലാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് യൂസ് ചെയ്യുന്നത്, ഡിസ്ക്രിമിനന്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അതിന് ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രെഡിക്റ്റിംഗ് ഇഫ് എ പേഷ്യന്റ് ഹാസ് എ ഡിസീസ് യെസ് ഓർ നോ ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് റിസൾട്ട്സ്. ഒരു പേഷ്യന്റിന് എന്താക്കി, നമ്മള് ഒരു ടെസ്റ്റ് ചെയ്തു, അതിന് എന്തെങ്കിലും ക്യാൻസറോ അതല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും രോഗം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് അവന് രോഗമുണ്ടോ എന്നുള്ള ആൻസർ അതെന്തായിരിക്കും, ഒന്നെങ്കിൽ യെസ് ഓർ നോ ആയിരിക്കും. അവിടെ 2 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. അത് 2 കാറ്റഗറി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോ ആ കാറ്റഗറി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അനാലിസിസിനാണ് എന്ത് പറയുന്നത്, ഡിസ്ക്രിമിനന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ പറ്റും ആർക്കെങ്കിലും ഡിസ്ക്രിമിനന്റ് അനാലിസിസിന്? നെസ്ലക്കോ അതല്ലെങ്കിൽ ഫാത്തിമ, അമ്ന, നിങ്ങളൊക്കെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ? ആക്റ്റീവ് ആണോ? ഒരു ഉദാഹരണം പറഞ്ഞു തരാൻ പറ്റുമോ? മൾട്ടിപ്പിൾ റിഗ്രഷനും ഡിസ്ക്രിമിനന്റ് അനാലിസിസിനും ഒക്കെ. ഇതില് ഞാനിപ്പോ ഇതുവരെ പറയാത്ത വേറൊരു ഉദാഹരണം. ഓക്കെ, എന്നാൽ നമുക്ക് എന്താക്കാം, മൂന്നാമത്തെ ടെക്നിക്കിലേക്ക് പോവാം. ഇനി മൂന്നാമത്തെ ടെക്നിക്ക് നമുക്ക് പറയാനുള്ളത് എന്താണ്, കൺജോയിന്റ് അനാലിസിസ് ആണ്. ഓക്കെ, കൺജോയിന്റ് അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ പല ഫാക്ടേഴ്സിന്റെ ഇടയിലും പല വേരിയബിൾസിന്റെ ഇടയിലും ഒരുപാട് ട്രേഡ് ഓഫുകൾ ഉണ്ടാകും. അഥവാ ഒരാൾ ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് മറ്റേത് എന്താകും, മിസ്സാകും. അതല്ലെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ മറ്റത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവം പഠിക്കുന്നതിനാണ് കൺജോയിന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക? ഒന്നെങ്കിൽ നല്ല പ്രൈസും നല്ല ക്യാമറയും ഉള്ള ഒരു ഫോൺ. ഓക്കെ, അഥവാ പ്രൈസ് കൂട്ടിയാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് നല്ല ക്യാമറ, അതായത് ഐഫോണിന്റെ 15 പ്രോയോ 17 പ്രോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷനിൽ എന്താണ്, നമുക്ക് നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ഉള്ള എന്നാൽ ചീപ്പർ ആയിട്ടുള്ള റെഡ്മിന്റെ ഒരുപാട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺസും ഉണ്ട്. അപ്പോ നമ്മൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതൊന്നെങ്കിൽ നമ്മുടെ പ്രൈസ്, നമ്മൾ എത്ര പേ ചെയ്യുന്നു എന്നുള്ള നമുക്കുണ്ടാകുന്ന കോസ്റ്റ് ആകാം,
അതല്ലെങ്കിൽ ഫോണിന്റെ ക്യാമറ ക്വാളിറ്റി ആവാം, അതല്ലെങ്കിൽ ഫോണിന്റെ ബാറ്ററി കപ്പാസിറ്റി ആവാം. അപ്പൊ എന്തെങ്കിലും ഒന്ന് ട്രേഡ് ഓഫ് ചെയ്താൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്താലേ എന്താകുന്നുള്ളൂ, നമുക്ക് മറ്റൊരു സംഭവം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ ഇത് പഠിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺജോയിന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ ലാസ്റ്റാണ് എന്ത്, പെർസെപ്ഷൻ മാപ്പിംഗ്. പെർസെപ്ഷൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാല് ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വിഷ്വലി മാപ്സ് ഹൗ കൺസ്യൂമേഴ്സ് സീ ബ്രാൻഡ്സ്. അഥവാ കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് ബ്രാൻഡുകളെ നോക്കി കാണുന്നത് എന്ന്, അഥവാ അവരുടെ മനസ്സിലുള്ള ബ്രാൻഡിനെ കുറിച്ചുള്ള ഇമാജിനേഷൻ, അവരുടെ ഒരു വിഷ്വലൈസേഷൻ, അതിനാണ് എന്ത് പറയുന്നത്, പെർസെപ്ഷൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഫോണിന്റെ കേസിൽ എന്താണെങ്കിൽ നമ്മളെല്ലാവരും, പല ആൾക്കാരും ഐഫോണിനെ കാണുന്നത് എന്താണ്, അതൊരു ലക്ഷറി ആയിട്ടുള്ള, അതല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയിട്ടാണ്. അപ്പോ ഇപ്പൊ പല ആൾക്കാരും ഐഫോൺ വാങ്ങുന്നത് തന്നെ ഒരു എന്താണ്, ഇമേജ്, അതല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അങ്ങനെ ഒരു ഇമേജ്, ഒരു കൺസെപ്റ്റ്, അതല്ലെങ്കിൽ പെർസെപ്ഷന് ആപ്പിള് ബ്രാൻഡിങ്ങിലൂടെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഈ ഒരു പെർസെപ്ഷൻ മാപ്പിംഗ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ റെഡ്മിയുടെ, അതല്ലെങ്കിൽ ഫോണുകള്, അതൊക്കെ അവർ കാണുന്നത് എന്താണ്, ഭയങ്കര ചീപ്പായിട്ടുള്ള, എന്നാൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അതല്ലെങ്കിൽ ഒരു കോമൺ മാനിന് വാങ്ങാൻ പറ്റുന്ന ഫോണായിട്ടാണ് പലരും കാണുന്നത്. അപ്പോ അങ്ങനെ ഓരോ ബ്രാൻഡും നമ്മുടെ കൺസ്യൂമേഴ്സ് കാണുന്നത് ഒരു വിഷ്വൽ ആയിട്ടാണ്, ഒരു എന്താ പറയാ, ഒരു പെർസെപ്ഷനോട് കൂടിയാണ്. ആ പെർസെപ്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് എന്താ പറയാ, പെർസെപ്ഷൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ 4 ടെക്നിക്കാണ് പ്രധാനമായിട്ടും മൾട്ടിവേരിയേറ്റ് ഡാറ്റ അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. ഇനി ഇവിടെ അടുത്ത് ചർച്ച ചെയ്യാനുള്ളത് എന്താണ്, ഗൈഡ് ലൈൻസ് ഫോർ അക്യുറേറ്റ് റിസൾട്ട്സ് ആണ്. അഥവാ നമ്മൾ ഒരു മൾട്ടിവേരിയേറ്റ് ഡാറ്റ അനാലിസിസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു, അതല്ലെങ്കിൽ നമ്മളൊരു മോഡൽ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തത് പ്രാക്ടിക്കൽ vs സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. അപ്പൊ നമ്മൾ മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നമ്മൾ ഇതിന് മുമ്പത്തെ ഇതിലൊക്കെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്നുള്ള ഭാഗത്ത് പറഞ്ഞിരുന്നു, ഈ നമ്മുടെ മോഡല് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണോ അല്ലേ എന്ന് പറയുന്ന ഒരു മെഷറൊക്കെ അതിൽ പറഞ്ഞിരുന്നു. അഥവാ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ 95% നമുക്ക് എന്തുണ്ട്, നമുക്കൊരു അക്യുറസി ഉറപ്പുണ്ട് എങ്കിൽ കൂടി അതെന്തായിക്കൊള്ളണമെന്നില്ല, റിയൽ ലൈഫിൽ പ്രാക്ടിക്കലി അത് ഇമ്പോർട്ടന്റ് ആവാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, കാരണം റിയൽ ലൈഫ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോ നമുക്കൊരു മോഡലില് എന്തെങ്കിലും നമ്മളൊരു ഇംപ്രൂവ്മെന്റ് ചെയ്ത് എന്നതുകൊണ്ട് റിയൽ ലൈഫിലും ആ ഒരു അക്യുറസി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം, പ്രാക്ടിക്കൽ vs സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നോ യുവർ ഡാറ്റ. അഥവാ നമ്മൾ ഏത് മോഡൽ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഡാറ്റ വെച്ചിട്ടാണ് ഉണ്ടാകുക, നമ്മൾ മോഡൽ ഉണ്ടാക്കുക. അപ്പൊ ആ മോഡലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ നമ്മൾ മോഡൽ ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഡാറ്റയിൽ ഔട്ട്ലേയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ, അഥവാ നോർമൽ ആയിട്ടല്ലാത്ത എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രൊഡിക്ഷനെയും അവതാളത്തിലാക്കാൻ, അതല്ലെങ്കിൽ അതിനെയൊക്കെ ഫോളോ ആക്കാൻ
ഈ ഔട്ട്ലയേഴ്സിന് കഴിയും. അപ്പോൾ ഈ ഔട്ട്ലയേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഡാറ്റ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ മോഡൽ ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാര്യം, നോ യുവർ ഡാറ്റ. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് എന്ത്, വാലിഡേറ്റ് യുവർ റിസൾട്ട്സ് എന്നുള്ളത്. അപ്പോ ഓക്കെ, ഈ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തി നമുക്കൊരു ആൻസർ കിട്ടി. അപ്പൊ അത് ഒറ്റയടിക്ക് എന്താക്കാൻ പാടില്ല, നമ്മൾ ഇതാണ് ഫൈനൽ ആൻസർ, ഇതാണ് ഫൈനൽ പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് പുറത്തു വിടാൻ കഴിയില്ല. അതുണ്ടാക്കുന്ന നമ്മൾ വെരിഫൈ ചെയ്യണം, അത് വാലിഡേറ്റ് ചെയ്യണം. അപ്പോ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ ഡാറ്റ രണ്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് ഒന്ന് ട്രെയിനിങ് ഡാറ്റയും ഒന്ന് ടെസ്റ്റിംഗ് ഡാറ്റയും ആക്കി മാറ്റാം. ട്രെയിനിങ് ഡാറ്റ വെച്ചിട്ട് എന്താക്കുക, നമ്മുടെ എല്ലാ മോഡൽ ഉണ്ടാക്കുകയും അനാലിസിസ് നടത്തുകയും എല്ലാം ചെയ്യുക. എന്നിട്ട് ടെസ്റ്റിംഗ് ഡാറ്റ വെച്ചുണ്ടാക്കുക, അതിനെ വാലിഡേറ്റ് ചെയ്യുക, അത് വെരിഫൈ ചെയ്യുക. ടെസ്റ്റിംഗ് ഡാറ്റ വെച്ചിട്ട് അതിനെ എന്താക്കുക, ആ മോഡൽ വെച്ചിട്ട് പ്രൊഡിക്ഷൻ നടത്തി നോക്കുക, എന്നിട്ട് ശരിയാവുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താകും, നമ്മുടെ റിസൾട്ടിൽ നമുക്ക് തന്നെ എന്താക്കും, ഒരു കോൺഫിഡൻസ് വരും. ഈ 3 സ്റ്റെപ്പ് കീപ്പ് ചെയ്യല്, അതല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യല് അക്യുറേറ്റ് റിസൾട്ട്സ് കിട്ടാന്നതിൽ എന്താക്കും, ഒരുപാട് സഹായിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? സംശയം ഉണ്ടോ? ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിലേറെ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് ആണ് 6th സ്റ്റേജ് മോഡൽ ബിൽഡിംഗ് അപ്രോച്ച്. അഥവാ നമ്മൾ മോഡൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്ര സ്റ്റെപ്പുകൾ ഉണ്ട്, ഏതൊക്കെയാണ് സ്റ്റെപ്പുകൾ, അതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോ മോഡൽ ഉണ്ടാക്കാൻ, ബിൽഡ് ചെയ്യാൻ ഏത് റിസൾട്ട്സിന് മോഡൽ ഉണ്ടാക്കാൻ 6 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തത് എന്താണ്, ഡിഫൈൻ ദ പ്രോബ്ലം. ഓക്കെ, നമ്മുടെ പ്രോബ്ലം എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്, നമുക്ക് എന്ത് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളതെന്ന് ഇത് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യണം. രണ്ടാമത്തതാണ് ഡെവലപ്പ് എ പ്ലാൻ. ഓക്കെ, അപ്പോ മോഡൽ ഉണ്ടാക്കണമെങ്കിൽ ഡാറ്റ വേണം. ആ ഡാറ്റ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്താൻ പോകുന്നത്, അതല്ലെങ്കിൽ ആ ഡാറ്റ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പോകുന്നതിനുള്ള ഒരു പ്ലാൻ വേണം. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഇവാലുവേറ്റ് അസംഷൻസ്. ഇവാലുവേറ്റ് അസംഷൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മോഡൽ അക്യുറേറ്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് അനാലിസിസ് ചെയ്യുകയാണെങ്കിലും ഇവിടെ ഒരുപാട് അസംഷൻസ് ഉണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് അതൊക്കെ ശരിയാണെങ്കിൽ മാത്രമേ എന്താകാൻ പാടുള്ളൂ, നമുക്ക് മോഡല് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ അസംഷൻസ് ഒക്കെ എന്താക്കണം, നമ്മളെ ചെക്ക് ചെയ്യണം. അതിൽ എന്തൊക്കെ പെടും, നമ്മുടെ ഡാറ്റ ക്ലീൻഡ് ആയിരിക്കണം, അതിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടാവാൻ പാടില്ല, പിന്നെ ഒരേ ഫോർമാറ്റിലുള്ള ഡാറ്റ ആയിരിക്കണം, പിന്നെ അങ്ങനെ ഒരുപാട് അസംഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാ അസംഷൻസും പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ എന്താക്കണം, ഇവാലുവേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ എന്താക്കണം, ഡാറ്റ ക്ലീനിങ്, ഡാറ്റ ട്രാൻസ്ഫോർമേഷന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നാലാമത്തെ കാര്യമാണ് എന്ത്, എസ്റ്റിമേറ്റ് ദ മോഡൽ. എസ്റ്റിമേറ്റ് ദ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ റൺ ദ അനാലിസിസ് ആൻഡ് അസസ് ദ മോഡൽ ഫിറ്റ്. ഈ നാലാമത്തെ സ്റ്റേജിലാണ് നമ്മൾ എന്താക്കേണ്ടത്, ഈ മോഡല് റണ്ണ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്താക്കണം, മോഡൽ കറക്റ്റ് ആണോ, ഫിറ്റ് ആണോ, അതല്ലെങ്കിൽ റിസൾട്ട്സ് ഒക്കെ അക്യുറേറ്റ് ആണോ എന്ന് ഈ നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്താക്കണം, വെരിഫൈ ചെയ്യണം. അഞ്ചാമത്തെ സ്റ്റേജ് ആണ് എന്ത്, ഇന്റർപ്രറ്റ് ദ വാരിയബിൾസ്. ഓക്കെ, അഥവാ നമുക്ക് റിസൾട്ട് കിട്ടിയാൽ നമുക്ക് എന്ത് പറയും,
ഓരോ വാരിയബിൾസിനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടാകും ഈ പ്രൊഡിക്ഷന് തീരുമാനിക്കുന്നതിൽ. അപ്പോ നമുക്ക് കിട്ടിയ റിസൾട്ട് വെച്ചുണ്ടാക്കണം, നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അത് ആ മോഡല് നമുക്ക് എന്തൊക്കെ കാണിക്കുന്നുണ്ടാകും, നമുക്ക് അക്യുറസി എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാകും, പിന്നെ എത്ര പെർസെന്റേജ് കോൺഫിഡൻസ് ഉണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് ആ മോഡലിൽ പറഞ്ഞിട്ടുണ്ടാകും, പിന്നെ ഓരോ വാരിയബിൾസിനും എത്ര വെയിറ്റേജ് ഉണ്ട് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടാകും. ഈ സംഭവങ്ങളൊക്കെ എന്താക്കണം, നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് സ്റ്റേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജാണ് എന്ത്, വാലിഡേറ്റ് ദ മോഡൽ. അഥവാ നമുക്ക് കിട്ടിയ റിസൾട്ട് ശരിയാണോ എന്ന് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ നോക്കി കഴിഞ്ഞു. ഇനി അത് റിയൽ ലൈഫിൽ പ്രാക്ടിക്കലി ശരിയാണോ എന്ന് എന്താക്കണം, നമ്മുടെ ഔട്ട്സൈഡ് ഓഫ് അവർ സ്റ്റഡി പുറത്ത് റിയൽ ലൈഫിലുള്ള പ്രോബ്ലം ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം, വെരിഫൈ ചെയ്യണം, വാലിഡേറ്റ് ചെയ്യണം. ഈ ഒരു 6 സ്റ്റേജ് കൂടിയാണ് എല്ലാ മോഡലും ഉണ്ടാക്കപ്പെടുന്നതും അത് ഉപയോഗിക്കപ്പെടുന്നതും. അപ്പോൾ ഈ എക്സാമിനൊക്കെ ഈ ഒരു മോഡൽ ബിൽഡിങ്ങിന്റെ ഈ ഒരു 6 സ്റ്റേജ് അപ്രോച്ച് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോ ഇത് പഠിച്ചു വെച്ചാൽ എന്തായാലും ഹെൽപ്ഫുൾ ആകും. ഓക്കെ, അപ്പോ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ മൾട്ടിവേരിയേറ്റ് ഡാറ്റ അനാലിസിസ് എന്താണ് എന്ന് പറഞ്ഞു, അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു, പിന്നെ പ്രധാനപ്പെട്ട ടേംസുകൾ അഥവാ വാരിയേറ്റ്, പിന്നെ ഡിപെൻഡന്റ് വേരിയബിള്, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ ഒരുപാട് ടെക്നിക്കുകൾ, കൺജോയിന്റ് അനാലിസിസ്, പിന്നെ ക്ലാസിഫിക്കേഷന്, അങ്ങനത്തെ ഒരുപാട് ടെക്നിക്കുകൾ, പിന്നെ പെർസെപ്ഷൻ മാപ്പിംഗ് തുടങ്ങി ഒരുപാട് ടെക്നിക്കുകൾ നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ മെത്തേഡുകൾ അഥവാ ഡിപെൻഡൻസ് മെത്തേഡും ഇന്റർ ഡിപെൻഡൻസ് മെത്തേഡും. ഡിപെൻഡൻസ് മെത്തേഡ് എന്തൊക്കെ ഉണ്ടാകും, മൾട്ടിപ്പിൾ റിഗ്രഷനും മനോവയും ഉണ്ടാകും. പിന്നെ ഇന്റർ ഡിപെൻഡൻസ് മെത്തേഡിൽ ക്ലസ്റ്റർ അനാലിസിസും ഫാക്ടർ അനാലിസിസും ഉണ്ടാകും. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ പിന്നെ അവസാനമായിട്ട് ഒരു മോഡൽ എങ്ങനെ ഉണ്ടാക്കണം, അതിൽ എത്ര സ്റ്റെപ്പുകളുണ്ട്, ഏതൊക്കെയാണ് സ്റ്റെപ്പുകൾ, അതിന്റെ ഉദാഹരണം, ഈ കാര്യങ്ങളൊക്കെ നമ്മളതായി 6 സ്റ്റേജ് ഓഫ് മോഡൽ ബിൽഡിംഗ് അപ്രോച്ച്, ഈ കാര്യം നമ്മളെന്തായി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്ക് ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ പഠിക്കാനുള്ളത്. അപ്പോ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഫാത്തിമ, അമ്ന, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് എന്താക്കാം, തൽക്കാലത്തേക്ക് ഈ ചാപ്റ്റർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി നമുക്ക് 2 ചാപ്റ്റർ കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോ അതും വരുന്ന 1 വീക്കിനുള്ളിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്നിട്ട് റിവിഷൻ ക്ലാസ്സിലേക്ക്, പിന്നെ PYQ ക്ലാസ്സുകളിലേക്ക്, അഥവാ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് പ്രിപ്പയർ ആകുന്ന ക്ലാസ്സിലേക്ക് നമുക്ക് മുന്നോട്ട് പോവാം ഇൻഷാ അല്ലാഹ്. അപ്പോ താങ്ക് യു എവ്രിവൺ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.